ഇതുപോലെ വെട്ടിയെടുക്കാൻ നല്ല കട്ട തൈര് കൊഴുപ്പ് കുറഞ്ഞ പാൽ വെച്ച് ചെയ്തെടുക്കുന്ന രീതിയാണ്. നല്ല കൊഴുപ്പുള്ള പാൽ വേണമെന്നോ തിളപ്പിച്ച് കുറേ നേരം വറ്റിക്കണമെന്നോ അങ്ങനെയൊന്നുമില്ല. ടോൺഡ് മിൽക്കിലോ സ്കിംഡ് മിൽക്കിലോ ഒക്കെ ഇതേ രീതി തയ്യാറാക്കിയെടുത്താൽ നല്ല കട്ട തൈര് കിട്ടും. ഇവിടെ കുറച്ച് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവൻ കണ്ടിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കുക. ഇത് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരാനും കമൻറ്റും ഹൈപ്പും തന്ന് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോലെ. നല്ല കൊഴുത്ത പാലിൽ ഇതേ രീതിയിൽ തന്നെ തയ്യാറാക്കിയെടുത്താൽ മതി. ചിലർ പറയാറുണ്ട് പാലിന് നല്ല കൊഴുപ്പുണ്ടെങ്കിൽ മാത്രമേ നല്ല കട്ട തൈര് കിട്ടുമെന്ന്. അതുകൊണ്ടാണ് കൊഴുപ്പ് കുറഞ്ഞ പാൽ ചെയ്ത് കാണിക്കുന്നത്. ഇനി ഇത് തയ്യാറാക്കാം. ഞാനിവിടെ 1 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. കവർ പാലാണ് എടുത്തിട്ടുള്ളത്. ടോൺഡ് മിൽക്ക് കൊഴുപ്പ് കുറവായിട്ടുള്ളതാണ്. ഇനി ഗ്യാസ് ഓണാക്കണം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലവണ്ണം ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം പാല്. ഇടയ്ക്കൊന്നും ഇളക്കി ഒന്നും കൊടുക്കണ്ട. മീഡിയമോ ലോ ഫ്ലെയിമോ ഇട്ട് നല്ലവണ്ണം ഒന്ന് വെട്ടി തിളയ്ക്കുന്നിടം വരെ ഒന്ന് അനുവദിക്കുക. വെട്ടി തിളച്ചതിന് ശേഷം ഞാനിപ്പോൾ 1 ലിറ്റർ പാലല്ലേ എടുത്തിട്ടുള്ളത്. കുറഞ്ഞത് ഒരു 5 മിനിറ്റ് നേരത്തേന് ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിലിട്ടുകൊണ്ട് ഒന്ന് വേകാൻ വേണ്ടി, പാല് വേകുക എന്ന് പറയില്ലേ, ഒന്ന് വേകാൻ വേണ്ടി വിടുക. നല്ലവണ്ണം വെട്ടി തിളച്ചതിന് ശേഷമാണ് ഏറ്റവും കുറഞ്ഞ തീയിലോട്ട് ഒരു 5 മിനിറ്റ് നേരം അങ്ങനെ ഇടുക. ഇളക്കി ഒന്നും കൊടുക്കണ്ട. ഞാൻ ഇളക്കി കൊടുക്കാറേ ഇല്ല. പാല് ഇങ്ങനെ തന്നെ ഇട്ടേക്കും ഒരു 5 മിനിറ്റ്. അതുപോലെ 6 ആയാലും 7 മിനിറ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല. 1 ലിറ്ററിന് പാൽ ഇതിലും കുറച്ചുകൂടി കൂടുതലുണ്ടെങ്കിൽ 2-3 മിനിറ്റ് കൂടെ കൂടുതലായിട്ട് കൊടുക്കുക. 2 ലിറ്ററൊക്കെ ആണെങ്കിൽ ഈ 5 മിനിറ്റ് എന്നുള്ളത് ഒരു 10 മിനിറ്റ് ആക്കുക. ഇനി ഇത് ആറാൻ വേണ്ടി മാറ്റി വെക്കുകയാണ്. മൂടി വെക്കുമ്പോൾ കംപ്ലീറ്റ് ഫിറ്റായിട്ടുള്ള ഒരു അടപ്പ് വെച്ച് മൂടി വെച്ചാൽ ആവി തട്ടിയിട്ട് വെള്ളം അതിനുള്ളിൽ വീഴും. ഇതുപോലുള്ളൊരു നെറ്റ് മൂടി അല്ലെങ്കിൽ കൊട്ട പോലൊക്കെയുള്ള നെറ്റ് പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് വെച്ചാലും മൂടി വയ്ക്കുക. നിങ്ങൾ പാല് കാച്ചി അതേ പാത്രത്തിൽ തന്നെ ഒഴിച്ചാൽ മതിയാകും. ഞാനിത് ഈ ഒരു പാത്രത്തിലോട്ട് മാറ്റാൻ കാരണം തൈരായതിന് ശേഷം അതിൻ്റെ ടെക്സ്ചർ ഒന്ന് കാണിക്കാൻ പാകത്തിന് ഒരു വിസ്താരമുള്ളൊരു പാത്രം എടുത്തെന്ന് മാത്രം. ഇനി ഇതിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം പാലിന് ഒരല്പം ചൂട് വേണം. അല്പം എന്ന് പറഞ്ഞാൽ വളരെ കുറവ്. നമ്മൾ ഈ വെയിലത്തൊക്കെ വെക്കുന്ന ചൂട് മാത്രം. വിരലിട്ട് കഴിഞ്ഞാൽ ആ ചൂട് ചെറുതായിട്ട് അറിയണം. എന്നാൽ നമുക്ക് വിരൽ ഇങ്ങനെ പെട്ടെന്ന് വലിക്കാൻ തോന്നരുത്. അത്രയ്ക്ക് ചൂടും കാണരുത്. ഇനി ഒരു ചെറിയ ബൗളിനകത്തോട്ട് ഉറയെടുക്കാം. ഞാനിവിടെ എടുക്കുന്നത് 3 ടേബിൾ സ്പൂൺ തൈരാണ്. ഇതേപോലെ തന്നെ ഞാൻ സെറ്റാക്കിയെടുത്ത തൈരാണിത്. 1 ലിറ്റർ പാലിന് 2.5 ഇല്ലെങ്കിൽ 3 ടേബിൾ സ്പൂൺ മതിയാകും. ഇനി ഇതൊന്ന് അടിച്ചെടുക്കണം. ഒത്തിരി നേരം ഒന്നും വേണ്ട, ഒന്ന് ക്രീമി ആയിട്ട് കിട്ടിയാൽ മതി. ഇത് രണ്ടാമത്തെ ടിപ്പാണ്. ആദ്യത്തേത് പാലിൻ്റെ ചൂട്, രണ്ടാമത് ഈ ഉറ എടുക്കുന്ന കാര്യം. ഒത്തിരി സ്പീഡിലൊന്നും ഇട്ടടിക്കണ്ട കേട്ടോ, ഒന്ന് ക്രീമി ആക്കി എടുത്താൽ മതി. ഇനി ഇതാ ഇത് പാലിലോട്ടൊഴിക്കാം. ഇനിയുള്ളതാണ് മൂന്നാമത്തെ ടിപ്പ്. ഇനി ഇതാ ഞാനൊരു വിസ്ക് എടുത്തിട്ടുണ്ട്. വിസ്കോ സ്പൂണോ തവിയായാലും മതി. പതുക്കെ ഇങ്ങനെ ഒരേ സൈഡിലോട്ട് 1 മിനിറ്റ് നേരത്തേനെങ്കിലും ഇങ്ങനെ സ്ലോയിൽ ഇളക്കിക്കൊണ്ടിരിക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ടിട്ട് ഇളക്കരുത്, ഏതെങ്കിലും ഒരു ഡയറക്ഷനിലോട്ട്. കുറഞ്ഞത് 1 മിനിറ്റ് നേരത്തേനെങ്കിലും വേണേ. 1 ലിറ്റർ പാലല്ലേ, അപ്പം 2 ലിറ്ററൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി ഒന്നുകൂടെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഒരു മനസ്സിലിങ്ങനെ ഒരു 100 വരെയൊക്കെ എണ്ണുക, അത്രയും കൊടുത്താലും കുഴപ്പമില്ല. പാലിങ്ങനെ സെറ്റാക്കാൻ വേണ്ടി കഴിവതും അലുമിനിയം പാത്രം ഉപയോഗിക്കാതിരിക്കുക. തൈരായി കഴിഞ്ഞ് പുളിപ്പായില്ലേ, പുളിപ്പും അലുമിനിയം കൂടെ സെറ്റാവില്ലെന്നല്ലേ പറയാറുള്ളൂ. അപ്പോൾ കഴിവതും സ്റ്റീൽ പാത്രമോ ചട്ടിയോ സെറാമിക് പാത്രമോ ഉപയോഗിക്കുക. ഇതാ ഞാനിങ്ങനെ ഒരേ ഡയറക്ഷനിലോട്ട് പതുക്കെ ഇങ്ങനെ ചുറ്റിച്ച് 1 മിനിറ്റിൽ കുറച്ച് കൂടുതലായിട്ട് എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ചുറ്റി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ വിസ്ക് എടുക്കുമ്പോൾ പാൽപ്പാട ചിലപ്പോൾ കാണും. പാലിൻ്റെ കൊഴുപ്പനുസരിച്ച് പാട ചേർക്കേണ്ടവർക്ക് ഇതിൽ പാട ചേർക്കാം, വേണ്ടാത്തവർക്ക് എടുത്ത് മാറ്റാം. ഇനി ഇത് അനക്കാതെ അങ്ങ് മൂടി വയ്ക്കുക. നല്ല ചൂട് സമയമാണെങ്കിൽ 8 മുതൽ 10 മണിക്കൂറിനുള്ളിൽ നല്ല കട്ട തൈരായി കിട്ടും. ഒരു 8 മണിക്കൂർ കഴിഞ്ഞ് നിങ്ങൾ കുറച്ചെടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കുക. കറക്റ്റ് പാകത്തിനുള്ള പുളിപ്പായിട്ടുണ്ടെങ്കിൽ ഫ്രിഡ്ജിലെടുത്ത് വെച്ചേക്കുക. ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഇത് 2-3 മണിക്കൂർ കഴിയുമ്പോൾ ഒന്നുകൂടെ അങ്ങ് സെറ്റാവുക. തണുപ്പുള്ള സമയമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാമല്ലോ, മാവ് പുളിപ്പിക്കാൻ വെക്കുന്ന മെത്തേഡുകളുണ്ടല്ലോ. കുക്കർ ചൂടാക്കിയിട്ട് വെക്കുക, മൈക്രോവേവ് ചൂടാക്കിയിട്ട് വെക്കുക,
റൈസ് കുക്കറിനകത്ത് ഇറക്കി വെക്കുക. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ 8-10 മണിക്കൂറിനുള്ളിൽ സെറ്റായി കിട്ടും. എനിക്കിതാ ഇതിപ്പോൾ ഒരു 9-10 മണിക്കൂറിനിടയ്ക്കായിട്ടുണ്ട്. നല്ല കട്ടിയായിട്ടുണ്ട്, പാകത്തിനുള്ള പുളിപ്പായിട്ടുണ്ട്. പുളിപ്പ് പാകത്തിനായ ഉടനെ തന്നെ ഫ്രിഡ്ജിലോട്ട് മാറ്റുക. ഫ്രിഡ്ജിൽ വെച്ച് 2-3 മണിക്കൂർ കഴിയുമ്പോൾ ഞാൻ പറഞ്ഞുവല്ലോ, ഒന്നുകൂടി ഇത് കട്ടിക്ക് കിട്ടുമേ. ഇതിന് വേണ്ട എല്ലാ ടിപ്പുകളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടണിൽ ഓൾ ഓപ്ഷൻ ടിക്കാക്കിയാൽ മാത്രമേ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വേഗം എത്തിച്ചേരുക. ഇതുവരെ തന്ന സപ്പോർട്ടിനെല്ലാം ഒരുപാട് നന്ദിയുണ്ട്. ഒരുപാട് സ്നേഹത്തോടെ താങ്ക്സ് ഫോർ വാച്ചിങ്.